ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. MOH എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എസ്പെഷ്യലി മെഡിക്കൽ വാർഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമ്മൾ എല്ലാത്തരം കേസസുമായിട്ട് എപ്പോഴും ഡീൽ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. മെഡിക്കൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും നഴ്സിംഗ് മാനേജ്മെൻറ്റാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. കോമൺ ആയിട്ട് മെഡിക്കൽ വാർഡിൽ വരാറുള്ള കുറച്ച് കേസസും അതേപോലെ തന്നെ അതിൻ്റെ ഇൻ്റർവെൻഷൻസും ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടാലോ. ഏതൊരു ഇൻ്റർവ്യൂവിലും ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അത് പല രീതിയിൽ അവർ നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നിരിക്കണം. നമ്മുടെ പേരെന്താണ്, നമ്മൾ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തതെന്നുള്ള കാര്യം പറയണം. നമ്മുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസ്, നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഡ്രീമാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക് അവസാനിപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ക്വാളിറ്റീസോ അല്ലെങ്കിൽ സ്കിൽസും നമുക്കതിനകത്ത് ആഡ് ചെയ്തിട്ട് പറയാവുന്നതാണ്. ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നീട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് സ്കിൽസ് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ എക്സലൻസി പറയാം, അതേപോലെ തന്നെ നമുക്ക് ഗുഡ് ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് പറയാം, കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ടെന്ന് പറയാം. ഇങ്ങനെയുള്ള കുറച്ച് നമ്മുടെ സ്കിൽസ് പറയാൻ നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. നമ്മളിത് ഇൻട്രൊഡക്ഷനിൽ പറയുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ല അവരത് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സ്കിൽസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു മെഡിക്കൽ വാർഡിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാം, യൂഷ്വലി ഒരു ബിസി വാർഡായിരിക്കും. നമ്മൾ എല്ലാത്തരം കേസസുമായിട്ടും ഡീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മെഡിക്കേഷൻ എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടെൽ us about a time when you had a medication error and how did you manage it? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടും പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പം നമുക്ക് മെഡിക്കേഷൻ എറർ ഉണ്ടായി എന്നുള്ള രീതിയിലായിരിക്കരുത് നമ്മൾ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരു കൊളീഗിന് മെഡിക്കേഷൻ എറർ സംഭവിച്ചെന്നും നമ്മളത് കണ്ടെത്തി പ്രോപ്പറായിട്ട് അത് ഇൻഫോം ചെയ്യേണ്ട അതോറിറ്റി ഇൻഫോം ചെയ്യുകയും അതേപോലെ തന്നെ വേണ്ട എഡ്യൂക്കേഷൻ ആ കൊളീഗിന് കൊടുത്തു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളത് പറയേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു ബാഡ് ഇംപ്രഷനായിട്ട് അവരത് കണക്ക് കൂട്ടും. സോ ബെറ്റർ നമ്മളൊരു കൊളീഗിന് സംഭവിച്ച രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുന്നത്. മെഡിക്കൽ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഹാൻഡ് വാഷിങ്ങിനെ പറ്റി. ഹാൻഡ് വാഷിങ്ങിൻ്റെ സ്റ്റെപ്സ്, മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ട അവസ്ഥകളും നമുക്ക് വരാറുണ്ട്. അപ്പം നമ്മളതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. 5 മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഹാൻഡ് വാഷ് എപ്പോഴാണ് ചെയ്യുന്നത്, ഹാൻഡ് റബ് എപ്പോഴാണ് ചെയ്യുന്നത്. വിസിബിളി സോയിൽഡ് ആയിരിക്കും നമ്മൾ ഹാൻഡ് വാഷ് ആണ് ചെയ്യുന്നത്. നോട്ട് വിസിബിളി സോയിൽഡ് ആണെങ്കിൽ ഹാൻഡ് റബ് ആണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ എടുക്കുന്ന ടൈമും നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 40 to 60 seconds ആണ്. അതേസമയം ഹാൻഡ് റബിന് നമ്മളെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 20 to 30 seconds ആയിരിക്കും. നമ്മൾ എത്ര പുഷാണ് ഹാൻഡ് റബിൽ യൂസ് ചെയ്യുന്നത്, 2 pushes ആണ്. ഈച്ച് പുഷ് കണ്ടെയ്ൻസ് 1.5 ml ആണ്. ടോട്ടൽ പെയിൻ അസസ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, BP അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റൽ സൈനാണ് പെയിൻ എന്ന് പറയുന്നത്. ഈ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മറ്റു വൈറ്റൽ പാരാമീറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ പെയിനിൽ മെയിനായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OPQRSTU എന്നുള്ളൊരു മെത്തേഡ് നമുക്കിതിന് യൂസ് ചെയ്യാം. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺസെറ്റ്, വെൻ ഡിഡ് ഇറ്റ് ബിഗിൻ, അല്ലെങ്കിൽ ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഓൺസെറ്റിൽ ചെക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവോക്കിംഗ് ആൻഡ് പാലിയേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന്. അടുത്തതായിട്ട് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി, വാട്ട് ഡസ് ഇറ്റ് ഫീൽ ലൈക്ക്, അതായത് ഒരു ഷാർപ്പ് പെയിൻ ആണോ, ഡള്ളാണോ, സ്റ്റാബിങ് പെയിൻ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വാളിറ്റിയിൽ വരുന്നത്. അടുത്തതായിട്ട് റീജിയൻ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ ആൻഡ് റേഡിയേഷൻ എന്ന് പറയും. ഡസ് ഇറ്റ് റേഡിയേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ റീജിയൻ എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആറിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്തത് S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിയറിറ്റി, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്. അതേപോലെ തന്നെ നമുക്ക് പെയിൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതിനെ റേറ്റ് ചെയ്യാം. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. എപ്പോഴാണ് ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഹൗ ഓഫൺ, ഹൗ ലോങ് ലാസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ടൈമിൽ യൂസ് ചെയ്യാം. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇമ്പാക്റ്റ്,
വാട്ട് ഡു യു ബിലീവ് ഈസ് കോസിങ് ദിസ്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, ഇത് എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് ചോദിക്കാം. അതായത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണെന്നുള്ളത്, അതേപോലെ തന്നെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്, ഹൗ ഈസ് ഇറ്റ് അഫക്റ്റ് യു ആൻഡ് യുവർ ഫാമിലി എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പെയിൻ അസസ്മെൻറ്റിൽ മെയിനായിട്ടും ചെക്ക് ചെയ്യേണ്ടത്. ആസ് എ മെഡിക്കൽ വാർഡ് നേഴ്സ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ബെഡ് റിഡൻ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബെഡ് സോർ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ബെഡ് സോർ പ്രിവെൻഷൻ്റെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നിക്കാണ് സ്കിൻസ് എന്ന് പറയുന്നത്. അതായത് SKINS, സ്കിൻസ്. ഫസ്റ്റ് S സ്റ്റാൻഡ്സ് ഫോർ സ്കിൻ ഇൻസ്പെക്ഷൻ എന്നുള്ളതാണ്. അത് സ്കിൻ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും സ്കിൻ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്തെങ്കിലും റെഡ്നെസ് ഉണ്ടോ, അതിൽ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടോ, സ്കിൻ പീൽ ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യണം. എസ്പെഷ്യലി പ്രഷർ പ്രോൺ ഏരിയാസ് നമ്മൾ കൃത്യമായിട്ടും നോക്കിയിരിക്കണം. എസ്പെഷ്യലി ഹീല്, അതേപോലെ തന്നെ എൽബോ, പ്രഷർ പ്രോൺ ഏരിയാസ് നമ്മൾ കൃത്യമായിട്ടും വാച്ച് ചെയ്തിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് K സ്റ്റാൻഡ്സ് ഫോർ കീപ് മൂവിങ് എന്നുള്ളതാണ്. അതായത് പേഷ്യൻറ്റിനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, പൊസിഷനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രലോങ്ഡ് ആയിട്ടൊരു പൊസിഷനിൽ കിടന്നാൽ അവർക്ക് സ്കിൻ പീൽ അഥവാ ബെഡ് സോർസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ് മൂവിങ് എന്നുള്ളതാണ്. നമുക്ക് പൊസിഷൻസ് നമുക്കറിയാം, പലതരത്തിലുള്ള പൊസിഷൻസ് ഉണ്ട്. നെക്സ്റ്റ് I ആണ്. I സ്റ്റാൻഡ്സ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രഷർ റിലീവിങ് മാട്രസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രഷർ റിലീവിങ് ആയിട്ടുള്ള സർഫസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതിന് പ്രഷർ റിലീവ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മാട്രസ് എന്ന് പറഞ്ഞ പോലെ മാട്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് അവർക്ക് എയർ മാട്രസ്, വാട്ടർ മാട്രസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും മാട്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഹീൽ പാഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട്, അതായത് ഈ എസ്പെഷ്യലി പ്രഷർ പ്രോൺ ആയിട്ടുള്ള ഏരിയാസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രഷർ റിലീവിങ് ആയിട്ടുള്ള സർഫസസ് കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് N ആണ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N സ്റ്റാൻഡ്സ് ഫോർ ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ എന്നുള്ളതാണ്. പേഷ്യൻ്റ് എപ്പോഴും അഡിക്വേറ്റ് ന്യൂട്രീഷനും ഹൈഡ്രേഷനും ഉണ്ടെങ്കിൽ മാത്രമേ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ അഡിക്വേറ്റ് ന്യൂട്രീഷൻ കിട്ടിയാൽ മാത്രമേ ഓൾറെഡി പ്രഷർ സോഴ്സ് ഉള്ള പേഷ്യൻസിന് അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ഹീലിംഗ് നടക്കത്തുള്ളൂ. ലാസ്റ്റ് S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ സ്കിൻ ബാരിയർ എന്നുള്ളതാണ്. അതായത് സ്കിൻ ബാരിയറായിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ക്രീംസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സ്കിൻ ബാരിയേഴ്സ്, അതാണ് സ്കിൻ പ്രൊട്ടക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ MOH എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഡിഡ് യു ഹാൻഡിൽ എ പേഷ്യൻറ്റ് വിത്ത് ഫോൾ, അല്ലെങ്കിൽ വാട്ട് വിൽ യു ഡു വെൻ യുവർ പേഷ്യൻറ്റ് ഹാഡ് എ ഫോൾ. ഫോളിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളൊരു ഫോൾ പേഷ്യൻറ്റിനെ കണ്ടു, ഇമ്മീഡിയറ്റ്ലി നമ്മൾ പേഷ്യൻ്റ് അടുത്തോട്ട് പോകുന്നതിന് മുന്നേ സേഫ്റ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എൻവയോൺമെൻറ്റൽ സേഫ്റ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷം മാത്രമേ നമ്മൾ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഈ പേഷ്യൻറ്റിൻ്റെ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ഇതിൽ എന്തെങ്കിലും കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടോ, അതേപോലെ തന്നെ ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് എങ്ങനെയാണ്, എസ്പെഷ്യലി GCs നമ്മൾ നോക്കണം. അതേപോലെ ഈ പേഷ്യൻറ്റിന് എന്തെങ്കിലും എയർവേ കോംപ്രമൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ എന്ന് നോക്കുക. വിസിബിൾ ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഒരിക്കലും പേഷ്യൻറ്റിനെ ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ വിസിബിളി ഒരു ഇഞ്ചുറിയും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ടുള്ള ലിഫ്റ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അസിസ്റ്റൻസിൻ്റെ ഹെൽപ്പോട് കൂടി പേഷ്യൻറ്റിനെ ബെഡിലോട്ട് നമുക്ക് ആക്കാവുന്നതാണ്. അതിനുശേഷം ബാക്കിയുള്ള കെയർ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഫോൾ ആയിട്ടുള്ള പേഷ്യൻസിന് യൂഷ്വലി ഹിപ്പ് ഫ്രാക്ചേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ല, ഒരു മോസ്റ്റ് ഓഫ് ആളുകൾക്കും ചിലപ്പോൾ ഹിപ്പ് ഫ്രാക്ചേഴ്സ് ഫോളിന് ശേഷം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഹിപ്പ് ഫ്രാക്ചർ വരുന്ന പേഷ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള പേഷ്യൻസിന് കെയർ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോക്കേണ്ടത് അവർ സ്റ്റേബിൾ ആണോ, നമ്മുടെ എക്സാമിനേഷനിൽ അവർ സ്റ്റേബിൾ ആണോ.
അവർ മെഡിക്കലി സ്റ്റേബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വർക്കപ്സ് ചെയ്യാം. എസ്പെഷ്യലി ഫുൾ ബ്ലഡ് കൗണ്ട്, യൂറിയ, ഇലക്ട്രോലൈറ്റ്, ക്രിയാറ്റിനിൻ, INR, പിന്നെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യുകയും പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ് നമുക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ചെസ്റ്റ് എക്സ്റേ ചെയ്യണം, ECG, എക്സ്റേ AP ആൻഡ് ലാറ്ററൽ പെൽവിസ് ചെയ്യാം, യൂറിൻ അനാലിസിസ്, പെയിൻ അസസ്മെന്റ് ചെയ്യുക. എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ഉള്ള പെയിൻ കില്ലേഴ്സ് ആസ് പെർ ദ ഡോക്ടർ അഡ്വൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പേഷ്യൻറ്റിൻ്റെ എയർവേ കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ തെറാപ്പി കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ IV ഫ്ലൂയിഡ്സും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ അവർ മെഡിക്കലി അൺഫിറ്റ് ആണ്, അതായത് അവർക്ക് ഹിപ്പ് ഫ്രാക്ചർ ഉണ്ട്, അതേപോലെ തന്നെ അൺസ്റ്റേബിൾ ആണ് അവരുടെ കണ്ടീഷൻ, എസ്പെഷ്യലി എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് വർക്കപ്പിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഓർത്തോയ്ക്ക് ഇൻഫോം ചെയ്യുക, ഓർത്തോ ഡോക്ടേഴ്സ് വരികയും അവരെ കാണുകയും അസസ് ചെയ്യുകയും പിന്നെ അവരുടെ ഇൻ്റർവെൻഷൻസ് ആണ് ബാക്കി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ മിക്കവാറും ടൈമിലും മെഡിക്കൽ വാർഡിൽ നമ്മൾ ഫേസ് ചെയ്യാറുള്ള മറ്റൊരു ഇഷ്യൂ ആണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഹൈപ്പോഗ്ലൈസീമിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പേഷ്യൻ്റ് അഡിക്വേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ പേഷ്യൻ്റെ ബ്ലഡ് ഷുഗർ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഇൻസുലിൻ മാത്രമേ ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ എന്താണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാൻഡേർഡ് പോളിസി ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഏത് സ്റ്റാൻഡേർഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻസുലിൻ ആണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂള് നമ്മുടെ ഈച്ച് ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നിരിക്കും. അതനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡോസസ് ഓഫ് ഇൻസുലിൻ മാത്രമേ നമ്മൾ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇൻ കേസ് പേഷ്യൻറ്റിന് ബ്ലഡ് ഷുഗർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൺസേൺഡ് ഡോക്ടേഴ്സിനെ അറിയിച്ചിരിക്കണം. അപ്പോൾ അവരുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ നമ്മൾ പ്രോപ്പർ ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. മറ്റൊരു കാര്യമാണ് എൻഷുർ ആക്സസ് ടു റെഗുലർ മീൽസ്. അതേപോലെ തന്നെ അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്ന മെഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ റിവ്യൂ ചെയ്യുകയും അതേപോലെ തന്നെ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യുകയും ചെയ്യണം. തുടർച്ചയായിട്ട് ഹൈപ്പോഗ്ലൈസീമിയയിൽ പോകുന്ന പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലൂക്കോഗോൺ സ്റ്റാൻഡ് ബൈ ആയിട്ട് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് റെഗുലർ ആയിട്ടുള്ള HbA1c, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, PPBS ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ഹൈപ്പോഗ്ലൈസീമിയ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആസ് എ നഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹൈപ്പോഗ്ലൈസീമിയ റിക്കറൻ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ മെയിനായിട്ടും ഒരു IV ആക്സസ് ഉണ്ടായിരുന്നിരിക്കണം. ഇമ്മീഡിയറ്റ്ലി നമുക്ക് IV അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ലൈൻ പേറ്റൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് റെഗുലറായിട്ട് IV ആക്സസ് പ്രോപ്പർ ആണോ എന്നുള്ള കാര്യവും നമ്മൾ മോണിറ്റർ ചെയ്തിരിക്കണം. ഇത് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ ആണ് സ്ട്രോക്ക് പേഷ്യൻസിനെ. അതായത് നമ്മൾ സ്ട്രോക്ക് പേഷ്യൻസിനെ എപ്പോഴും ഹാൻഡിൽ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രോക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ബ്രെയിനിലെ ബ്ലഡ് വെസലിലോട്ട് സഡൻ ആയിട്ടുണ്ടാകുന്ന ഒരു ഇൻറ്ററപ്ഷൻ മൂലം സംഭവിക്കുന്നതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ വാർണിംഗ് സൈൻ ആണ് ചില പേഷ്യൻസിന് നേരത്തെ തന്നെ TIA അഥവാ ട്രാൻസ് ഇഷ്കെമിക് അറ്റാക്ക് അല്ലെങ്കിൽ മിനി സ്ട്രോക്ക് എന്നൊക്കെ പറയും. ഇതുണ്ടാവാറുണ്ട്. ഇതൊരു വാർണിംഗ് സൈൻ ആണ്. ഇങ്ങനെ ഒരു സൈൻ വരുമ്പോൾ തന്നെ നമ്മളത് നോട്ട് ചെയ്യുകയും അതേപോലെ തന്നെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഏർലി പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സ്ട്രോക്ക് അല്ലെങ്കിൽ TIA തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ TIAയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് അതൊരു 2 to 3 അവറിൽ കൂടുതൽ നിൽക്കില്ല. എന്നാൽ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് മേ ബി പെർമനൻ്റ് ആവാൻ വരെ സാധ്യതയുള്ളതാണ്. സോ എപ്പോഴും ട്രാൻസ് ഇഷ്കെമിക് അറ്റാക്ക് വന്നിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഇത് സ്ട്രോക്കിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്ട്രോക്ക് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതായത് ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇൻട്രപ്ഷൻ ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ന്യൂറോണൽ ടിഷ്യൂസിന് ഡെത്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ ന്യൂറോണൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് പെർമനൻറ്റ് സെൽസ് ആണ്, അല്ലെങ്കിൽ ഈ സെൽസ് എന്ന് പറയുന്നത് പെർമനൻറ്റ് സെൽസ് ആണ്. ഇത് നമുക്ക് വീണ്ടും ഉണ്ടായി വരുന്ന സെൽസ് അല്ല. അപ്പോൾ അതിനൊരിക്കൽ ഡാമേജ് സംഭവിച്ചാൽ അത് തിരിച്ച് നമുക്ക് അതായത് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ട്രോക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആസ് എ നേഴ്സ് നമുക്കറിയാവുന്ന കാര്യമാണ് 10 മിനിറ്റ്സിൽ കൂടുതൽ ഈ ബ്ലഡ് ഫ്ലോയ്ക്ക് ഇൻട്രപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്കും അതേപോലെ തന്നെ ഡെത്ത് വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി EEG, CT സ്കാൻ, MRI ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എന്താണോ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട്
കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനാണ്. അതോടൊപ്പം തന്നെ ഇത് വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസിന് റെഗുലറായിട്ട്, അതായത് സ്ട്രോക്ക് വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുക. എസ്പെഷ്യലി ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഒബേഴ്സ് ആയിട്ടുള്ളവർ, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നവർ, അതിറോസ്ക്ലീറോസിസ് ഉള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് മെയിനായിട്ടും എപ്പോൾ വേണമെങ്കിലും ഒരു സ്ട്രോക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ്. ഇങ്ങനെയുള്ളവരെ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതും നമ്മുടെ നഴ്സിംഗ് ഇൻ്റർവെൻഷനിൽ വരുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സ്ട്രോക്ക് എന്നുള്ളത്. അതായത് പേഷ്യൻറ്റിന് ഉണ്ടായിരിക്കുന്നത് സ്ട്രോക്ക് തന്നെയാണോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ചിലവർക്ക് ഹെമിപ്ലീജിയ ഉണ്ടാവും, ഹെമി പാരസിസ് ഉണ്ടാവും, അഫേസിയ ഉണ്ടാകാറുണ്ട്, അതേപോലെ തന്നെ ഫേഷ്യൽ ഡ്രൂപ്പിംഗ് ഉണ്ടാകാറുണ്ട്, സീഷർ വരാറുണ്ട്, വീക്ക്നെസ് വരാറുണ്ട്. ഇങ്ങനെയുള്ള എന്ത് സിംറ്റം ആണെങ്കിലും, സ്ട്രോക്ക് റിലേറ്റഡ് സിംറ്റം ആണെങ്കിലും അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട്. നമ്മൾ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള മെയിൻ കോസ് എന്ന് പറയുന്നത് ത്രോംബസ് ഫോർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതെറോമ ഫോർമേഷൻ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും വിൻഡോ പീരീഡ് കഴിയുന്നതിന് മുന്നേ നമുക്ക് കഴിയുമെങ്കിൽ ത്രോംബോലൈസിസ് ചെയ്യാവുന്നതാണ്. ആസ് പെർ ദ ഡോക്ടർ അഡ്വൈസ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആസ്പിരിൻ, അതേപോലെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാം. ആൻറ്റി കൺവൾസൻസ്, ഡയൂററ്റിക്സ് അതും യൂസ് ചെയ്യാവുന്നതാണ്. ഹെമറേജിക് സ്ട്രോക്കിൽ സർജറി ആവശ്യമുണ്ടെങ്കിൽ സർജറിയും ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എയർവേ ആണ്. എയർവേയുടെ പേറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. നമ്മൾ BP മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് 150/100 അല്ലെങ്കിൽ 150/90 എന്നുള്ള രീതിയിൽ നമ്മൾ BP എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഇൻ സ്ട്രോക്ക് പേഷ്യൻസിൽ ടു എൻഷുർ സെറിബ്രൽ പെർഫ്യൂഷൻ. അതേപോലെ എഡിമ, കൺജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻസിന് ICP കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ICP മോണിറ്റർ ചെയ്യുക. ഇൻ കേസ് ICP കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ഓഫ് ദ ബെഡ് എലിവേറ്റ് ചെയ്യാവുന്നതാണ്. ചില പേഷ്യൻസിന് ബ്ലാഡർ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കത്തീറ്റർ ഇടാം. ചില പേഷ്യൻസ് നെഗ്ലക്റ്റ് സിൻഡ്രോം കാണിക്കാറുണ്ട്. നെഗ്ലക്റ്റ് സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ബോഡി പാർട്ട് ഈ സ്ട്രോക്ക് മൂലം അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പതിയെ അവർ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ നെഗ്ലക്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അവർക്ക് വീണ്ടും ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ടെൽ ദം ടു കെയർ ബോത്ത് സൈഡ്സ് ഈക്വലി. അപ്പോൾ ഇതൊക്കെയാണ് മെഡിക്കൽ ബോർഡ് റിലേറ്റഡ് ആയിട്ട് MOH എക്സാംസിന് ചോദിക്കാറുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.